മൈ ഡിയേഴ്സ്, വെൽക്കം ടു ഐസുബി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ചൂടേറിയ വിഷയമാണ്. HSST ഇംഗ്ലീഷ് എക്സാം ഉടൻ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴാണ്? നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ? ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം സംഭവിക്കുകയെന്ന് കേട്ടു. അപ്പോൾ ഇനി HSST എക്സാം ഉണ്ടാവുമോ? അടുത്ത HSSTക്ക് മുന്നേ ഒരു സെറ്റ് എക്സാം കൂടി എഴുതിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന ഓരോ ക്ലാസ്സുകളും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് ഇനി മുതൽ HSST ഇംഗ്ലീഷിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകളും HSST ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ ഓരോ പുതിയ അപ്ഡേഷൻസും ഒക്കെ ഞാൻ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടുതൽ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ? HSST ഇംഗ്ലീഷ് എക്സാം ഉടൻ ഉണ്ടാവുമോ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ആ എക്സാമിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് വേണം എക്സാം ഉണ്ടാവുമോ, പഠിക്കാൻ തുടങ്ങണോ എന്നൊക്കെ വളരെ ലാഘവത്തോടെ നിങ്ങൾ ചിന്തിക്കാൻ. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ LP UP ആണെങ്കിൽ ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. LP UP മാത്രമുള്ള സ്കൂളുകളുണ്ട്. LP UP കമ്പൈൻഡ് ആയിട്ട് ഹൈസ്കൂളായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ ചാൻസ് കൂടുതലാണ്. ഓക്കെ, LP UPനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈസ്കൂളിൻ്റെ ചാൻസും കുറയാണ്. ഇനി അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ സെക്കൻഡറിയോ അതിലും ചാൻസ് കുറവാണ്. ഓക്കെ, ഹയർ സെക്കൻഡറി മാത്രമുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകൾ LP UPനെയും ഹൈസ്കൂളിനെയും വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ സാധ്യത കുറവുള്ള എന്നാൽ നമ്മൾക്ക് ഒരുപാട് സ്റ്റേറ്റസിലും സാലറിയിലും ഒക്കെ ഉയർന്ന പോസ്റ്റിലുള്ള ഒരു ടീച്ചിങ് പോസ്റ്റാണ് ഹയർ സെക്കൻഡറി. സ്കൂൾ തലത്തിൽ ഏറ്റവും മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നമ്മൾ. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്. ഓക്കെ, മാത്രമല്ല ജൂനിയർ സീനിയർ വിഭാഗങ്ങളുണ്ട്. നമുക്ക് ജൂനിയറിൽ നിന്ന് സീനിയറിലേക്ക് പ്രൊമോഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഗസറ്റഡ് ഓഫീസറായിട്ട് പച്ചമഷിയൊക്കെ വെച്ച് ഒപ്പിടാൻ പറ്റുന്ന ഒരു ഗസറ്റഡ് ഓഫീസറായി മാറാമെന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ഇലക്ഷനൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ പ്രിസൈഡിങ് ഓഫീസർ എന്നുള്ള പോസ്റ്റിൽ വലിയൊരു പോസ്റ്റിലാണ് പോകുന്നത്. സോ സ്റ്റേറ്റസ് കൊണ്ടും സാലറി കൊണ്ടും റാങ്ക് കൊണ്ടും ഒക്കെ ഉയർന്ന ലെവലിലുള്ള ഒരു പോസ്റ്റാണ് ഹയർ സെക്കൻഡറി. പക്ഷേ അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാനുള്ള കഷ്ടപ്പാടും കൂടുതലാണ്. LP UP ഹൈസ്കൂളിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാധ്യതയും നമുക്ക് കുറവാണ്. ഇത് സത്യാവസ്ഥയാണ്. ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം, ആ സീരിയസ്നെസ്സോട് കൂടി വേണം എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 60-70 ലക്ഷം രൂപ കൊടുത്താൽ പോലും നമുക്ക് കിട്ടാത്തൊരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ. ഇനി HSST ഇംഗ്ലീഷ് ഉടൻ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്ന് വേണം കണക്കൂട്ടാൻ. ഒരു വർഷം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല, 8-9 മാസം. കാരണം 2023 സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ് നമ്മുടെ മെയിൻ ലിസ്റ്റ് വന്നത്. അതായത് കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റ്. അപ്പോൾ 2026 3 വർഷത്തിന് ശേഷം 2026 സെപ്റ്റംബറിൽ എന്താവും? ലിസ്റ്റ് ക്യാൻസലാവും. സോ അതിന് ശേഷം നമുക്ക് എന്ത് വേണം? ഒരു ലിസ്റ്റ് വേണമല്ലോ അടുത്ത ആളെ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എക്സാം നടത്തേണ്ടിയിരിക്കുന്നു. സോ 2026 സെപ്റ്റംബറിന് മുമ്പ് തന്നെ എക്സാം നടക്കണം. ഒരു പാറ്റേൺ ഇപ്പോൾ PSC ഫോളോ ചെയ്യുന്നുണ്ട്. കറക്റ്റ് 3 വർഷം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ വർഷം ലാസ്റ്റ്, അതായത് 2025 ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വർഷം ഏജ് ഓവർ ആവുന്ന ആൾക്കാർക്ക് കൂടി പരീക്ഷ എഴുതാൻ ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അവരെ കൂടെ പരിഗണിച്ച് ഡിസംബർ ലാസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, HSAയുടെ നോട്ടിഫിക്കേഷൻ വന്നതും അങ്ങനെയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 6 മാസമാണ് പിന്നെ നമുക്ക് സമയം തരുള്ളൂ. അങ്ങനെയാണല്ലോ ഇത്ര കാലമായിട്ടുള്ള ഒരു പാറ്റേൺ. അപ്പോൾ 6 മാസം എന്ന് പറയുമ്പോൾ ജനുവരി ടു ജൂൺ 6 മാസം. സോ ജൂൺ ജൂലൈ ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഈ ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. സെപ്റ്റംബർ 29-ാം തീയതി ക്യാൻസൽ ആവുന്ന ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എക്സാം, അതുപോലെ വെരിഫിക്കേഷൻ, പിന്നെ ഇൻ്റർവ്യൂ, പിന്നെ മെയിൻ ലിസ്റ്റ്, ഇതൊക്കെയും നടത്തണം. ഈ പ്രൊസീജിയറൊക്കെ നടത്താനായിട്ട് ഈ പറയപ്പെടുന്ന 3 മാസങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സോ ജൂൺ ആ ഒരു എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ നോട്ടിഫിക്കേഷനും എക്സാമും വരികയാണെങ്കിൽ പഠിക്കാൻ തുടങ്ങാം. ഈ നേരത്തെ കാലത്തെ പഠിക്കാൻ തുടങ്ങുമ്പോൾ സിലബസ് എങ്ങാനും മാറിയാലോ? അപ്പോൾ എന്ത് ചെയ്യും എന്നായിരിക്കും അടുത്ത ചോദ്യം. സിലബസ് മാറാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ഈ കഴിഞ്ഞ HSST എക്സാമിൻ്റെ 2 മാസം മുന്നെങ്ങാനാണ് സിലബസ് ചേഞ്ച് ആയത്. അതും കോളേജിയേറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിലാണെന്ന് അന്ന് നമ്മുടെയൊക്കെ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സിലബസ് മാറ്റം ഇനി ഉണ്ടാവില്ല, ഇപ്പോൾ അടുത്ത് മാറിയതുകൊണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാൻ തുടങ്ങാം. സിലബസ് കോളേജിയേറ്റ് ലെവലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നെറ്റുള്ളവർക്ക് കോളേജിയേറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഇതൊരു തുടക്കമാവും. ഓക്കെ, അപ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറഞ്ഞതുപോലെ രണ്ടുണ്ട് ഉപകാരം, അത് ശ്രദ്ധിക്കുക. ഇനി സിലബസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ HSL നിന്നും വളരെ വ്യത്യാസമാണ്. കാരണം സിലബസിൽ ഒരുപാട് പഠിക്കാനുണ്ട്.
HSAനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ വളരെ ഡീറ്റെയിലിംഗ് ആണ്. എന്തൊക്കെ പഠിക്കണമെന്ന് ഓരോന്ന് പോയിൻ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. HSAയിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര മാർക്ക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇത്ര മാർക്ക്, അങ്ങനെ മാത്രമേ നമുക്കുള്ളൂ. 1-2 സബ് ഡിവിഷൻസേ കാണാനുള്ളൂ. പക്ഷേ HSSTയുടെ സിലബസിൽ ഓരോ ടോപ്പിക്കിനും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ റിഫോമേഴ്സിൽ നിന്നും ആരെയൊക്കെ പഠിക്കണം, കേരള റിഫോമേഴ്സിൽ ആരൊക്കെ പഠിക്കണം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്തൊക്കെ, അങ്ങനെ ഓരോന്നിനും ഒരുപാട് സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ലിറ്ററേച്ചർ പാർട്ടിലാണെങ്കിലും ഓരോ മൊഡ്യൂളിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഏതൊക്കെയാണ്, നോൺ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കും വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് വ്യക്തമായിട്ട് പഠിക്കുക, അല്ലാത്തത് ഒരു പെരിഫറൽ ലെവലിൽ പഠിച്ചു പോയാലും മതി. HSST ഇംഗ്ലീഷ് സിലബസിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. ഇനി HSST ഇംഗ്ലീഷിൻ്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. HSA ആണെങ്കിൽ നമുക്കറിയാം 20 മാർക്സ് ജനറൽ പാർട്ടും 80 മാർക്സ് ലിറ്ററേച്ചറുമാണ്. എന്നാൽ HSST ഇംഗ്ലീഷിന് 30 മാർക്സ് ജനറൽ പാർട്ട്, 10 മാർക്ക് കൂടുതലാണ് ജനറൽ പേപ്പറിൽ. അതുപോലെ 70 മാർക്സ് ആണ് ലിറ്ററേച്ചർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. HSSTയിലേക്ക് വന്നപ്പോൾ ജനറൽ പാർട്ടിലേക്ക് 30 മാർക്ക് കൂട്ടി, സബ്ജക്റ്റിൻ്റെ 10 മാർക്ക് കുറച്ചു. അതായത് ജനറൽ പാർട്ടിൻ്റെ 30 മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റാങ്ക് മേക്കിംഗ് എന്ന് നമുക്ക് പറയാവുന്നത് തന്നെ ജനറൽ പാർട്ടാണ്. ഓക്കെ, അത് വാസ്റ്റ് ഏരിയ ആണ്. എന്നാൽ ഈ മെയിൻ പേപ്പറിൽ പ്രത്യേകിച്ച് നെറ്റ്, JRF അതുപോലെ MPhil ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ജനറൽ പാർട്ടിൽ വലിയ പിടി ഉണ്ടാവില്ല. ഓക്കെ, സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിരിക്കും അവർ, ബട്ട് ജനറൽ പാർട്ട് അവർ വീക്കായിരിക്കും. സോ നെറ്റും JRF ഒക്കെയുള്ള സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം, ജനറൽ പാർട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പ്രത്യേകിച്ച് ഈ ജനറൽ PSC ഒന്നും എഴുതി ശീലമില്ലാത്തവരാണെച്ചെങ്കിൽ അത് ഭയങ്കര ഒരു പാടായിരിക്കും. അപ്പോൾ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. 2 ഭാഗവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കണം. ഇനി കുറച്ച് പേരെങ്കിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം സംഭവിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ അത് ഉടൻ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഓക്കെ, ലയനം സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഹൈസ്കൂളിലുള്ള PGയും സെറ്റും ഉള്ള ടീച്ചേഴ്സിന് ഹയർ സെക്കൻഡറിയിൽ കയറി പഠിപ്പിക്കാം. അതുപോലെ ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ ടീച്ചേഴ്സിന്, അതായത് അവർക്ക് പീരീഡ് കുറവാണല്ലോ, അപ്പോൾ അവർക്ക് ഹൈസ്കൂളിലും പഠിപ്പിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് ടീച്ചിങ് പോസ്റ്റുകൾ കുറയും, ഇല്ലാതാവും. അതുതന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശവും. കാരണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ, എത്രയോ വേക്കൻസികൾ ഉണ്ടായിട്ടും നിയമനം നടക്കുന്നില്ല എന്നുള്ളതൊക്കെ അറിയാവുന്നൊരു സത്യമാണ് നമുക്ക്. അതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. HSST ഒഴിവുകൾ കുറയാൻ സാധ്യത മുന്നിൽ കാണണം നമ്മൾ. അങ്ങനെ കണ്ടുകൊണ്ട് വേണം ഇനിയത്തെ എക്സാമിന് നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ. പക്ഷേ ലയനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പം കൊണ്ടുവരാവുന്നൊരു കാര്യമല്ല, സമയമെടുക്കും. കാരണം ഹൈസ്കൂൾ മാത്രമുള്ള സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി ഇല്ലാത്ത സ്കൂളുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ HSST എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ ഹയർ സെക്കൻഡറി കൊണ്ടുവരണം. ഹയർ സെക്കൻഡറി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ കൊണ്ടുവരണം. പിന്നെ മറ്റൊരു കാര്യം, ഹയർ സെക്കൻഡറിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, സൈക്കോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ കൊമേഴ്സ് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർ ഏത് വിഷയം ഹൈസ്കൂളിൽ പഠിപ്പിക്കും? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളും അവിടെ ഒരു വെല്ലുവിളിയായിട്ട്, ചാലഞ്ചിങ് ആയിട്ടും ഉണ്ട്. അപ്പോൾ സമയമെടുത്താണ് ഈ ലയനം സംഭവിക്കുകയുള്ളൂ. പക്ഷേ ഇതിനൊക്കെ മുമ്പേ നമ്മൾ സേഫ് സോണിൽ എത്തണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അത്രയും വേഗം അടുത്ത HSSTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിച്ച് ജോലിയിലെത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമായെന്ന് മനസ്സിലായല്ലോ. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നായിരിക്കും അടുത്ത ഡൗട്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും HSC എക്സാം എഴുതി ആ ഒരു ചൂട് തലയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയമാണ്. ആ ചൂട് ആറുന്നതിന് മുമ്പ് ചൂടോട് കൂടിയിട്ട് ഹയർ സെക്കൻഡറിയിലേക്കുള്ള പഠനം തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. ഇനി എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ 2 മെത്തേഡാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഒന്ന് സെൽഫ് സ്റ്റഡി, 2 കോച്ചിങ്. 2 മെത്തേഡിലൂടെ പഠിച്ചാലും ജോലിയിലെത്താൻ പറ്റും എന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷേ പഠിക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ പഠിച്ചാലും എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കണം, ശ്രദ്ധയോടുകൂടി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. ബട്ട് കമ്പാരിറ്റീവ്ലി സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് ഒരു അല്പം എഫേർട്ട് കൂടുതൽ ഇടേണ്ടി വരും. കാരണം എല്ലാം സെൽഫായിട്ടാണ്. ഇപ്പോൾ MCQs സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ടി വരും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. പുറത്തുനിന്ന് മറ്റൊരു സഹായം നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിൽ അവർക്ക് പുറത്തുനിന്നും PDF നോട്ട്സ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ, അതുപോലെ MCQs, അങ്ങനെ പല പുറത്തുനിന്നുള്ള ഫീച്ചേഴ്സ് അവർക്ക് കിട്ടും. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും. കോച്ചിങ് എടുക്കുന്നവരാണെങ്കിലും സെൽഫ് സ്റ്റഡി നടത്തുന്നവരാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് HSST.
ധാരാളം പേര്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ സെറ്റും നെറ്റും ഉള്ളവരൊക്കെ ഉണ്ടാവും. 10,000 ആപ്ലിക്കൻസ് ഉണ്ടാവും. അതിൽ സത്യം പറഞ്ഞാൽ 15% ആളുകൾ മാത്രമേ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടാവുള്ളൂ. ഈ 15% ആൾക്കാർ തന്നെയായിരിക്കും മെയിൻ ലിസ്റ്റിലും വരിക. സോ നമ്മളുടെ ഉദ്ദേശം മെയിൻ ലിസ്റ്റിൽ വന്നു പോവുക എന്നുള്ളതല്ല, ആദ്യത്തെ 50 റാങ്കിൻ്റെ ഉള്ളിൽ വരണം. സംസ്ഥാന തലത്തിൽ നടക്കുന്ന വലിയൊരു പരീക്ഷയാണ്. സോ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നന്നായി പഠിക്കുന്ന 1% ആളുകൾ നമ്മൾ ഉൾപ്പെടണം. എങ്കിലേ നിയമനം എന്ന് പറയുന്ന നമ്മുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുള്ളൂ. നന്നായി പഠിച്ച് ആ 1% എത്തിയില്ലെങ്കിലോ ആ വേദന കാലാകാലം നമുക്ക് മാറില്ല, അല്ലേ? സോ നന്നായി പഠിച്ച് എഫേർട്ട് ഇട്ട് ഏറ്റവും നന്നായി പഠിക്കുന്ന റാങ്ക് ലിസ്റ്റിലെ 1% ആൾക്കാർ, നിയമനം ലഭിക്കുന്ന 1% ആൾക്കാരിൽ നമ്മൾ വരണം എന്ന് നമ്മൾ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളിട്ട എല്ലാ എഫേർട്ടും വെറുതെ ആയി പോകും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. മാത്രമല്ല HSST എന്ന മോഹം കൊണ്ട് വന്നവരായിരിക്കും നിങ്ങളൊക്കെ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും. സോ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഇത്രയും കാലം നിങ്ങൾ HSSTക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടോ? മനസ്സറിഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വേണ്ട രീതിയിലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ ഒരു ഉത്തരം ഉണ്ടാവും. ആ ഉത്തരത്തിൻ്റെ രീതിയിലാവണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഇനി വേറൊരു സത്യാവസ്ഥ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. കഴിഞ്ഞ HSC എക്സാം എഴുതിയിട്ടുള്ള ഒരു 80% ആൾക്കാരുടെ മനസ്സിലും തോന്നിയൊരു തോന്നലായിരിക്കാം ഇത്. അതായത്, ഒരു തവണ കൂടി എനിക്കൊന്ന് വായിക്കാനും റിവൈസ് ചെയ്യാനും സമയം കിട്ടിയിരുന്നെങ്കിൽ എത്ര ചോദ്യമാണ് അറിയാവുന്നുണ്ടായിരുന്നേ. പക്ഷെ കൺഫ്യൂഷൻ. ഓപ്ഷൻ കാണുമ്പോൾ 2 ഉറപ്പായിട്ട് ഉത്തരമാണെന്ന് അറിയാം, പക്ഷെ ആ 2 ഏതാണെന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പകുതിയിലേറെ ആൾക്കാർ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമായിരിക്കും പഠിക്കാനിരിക്കുക. അപ്പം തന്നെ നമ്മുടെ നെഞ്ചിലൊരു ടെൻഷനാണ്, നോട്ടിഫിക്കേഷൻ വന്നു, അധികം സമയമില്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ലാസ്റ്റ് സമയത്ത് പഠിക്കാനിരുന്നവരുണ്ടാകും. എങ്ങനെയാണെങ്കിലും എക്സാമിന് മുന്നേ നിങ്ങൾ സിലബസ് നല്ല രീതിയിൽ പഠിച്ചു തീർത്തിട്ടുണ്ടാവും. നല്ല രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പച്ചയും മഞ്ഞയും ചുമപ്പൊക്കെ മഷി വെച്ച് എഴുതി നല്ല രീതിയിൽ പഠിച്ചവരുണ്ടാവും. പക്ഷേ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ഒരുപാട് പരിചയമുണ്ട്, മിക്ക ചോദ്യങ്ങളും അറിയാവുന്നതാണ്. പക്ഷേ ചോദ്യത്തിൻ്റെ ഉത്തരം കാണുമ്പോൾ കൺഫ്യൂഷൻ. അതിൻ്റെ കാരണം നല്ല രീതിയിലുള്ള റിവിഷൻ കിട്ടാത്തത് കൊണ്ടാണ്. എത്ര ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല, എത്ര നോട്ട്ബുക്കും പേജും എത്ര കളർ പെൻസിൽ വെച്ചിട്ടും നോട്ട് എഴുതി പഠിച്ചു എന്നല്ല വേണ്ടത്, എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്തു എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. റിവിഷനിലൂടെ മാത്രമേ നമ്മുടെ മെമ്മറീസിനെ നമുക്ക് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. So now I'm going to introduce our new course for HSST English. ക്ലാസ്സുകളോടൊപ്പം തന്നെ റിവിഷൻ കൂടെ കൊണ്ടുപോകുന്ന ഒരു കോമ്പിനേഷൻ രീതിയിലാണ് നമ്മൾ ഈ പാക്കേജ് കൊടുക്കുന്നത്. നമുക്കറിയാവുന്നൊരു സത്യമാണ്, കേരളത്തിൽ നിന്ന് കൂണ് മുളച്ചതുപോലെയാണ് കോച്ചിങ് സെൻറ്ററുകൾ. എല്ലാം നല്ല ബെസ്റ്റായിട്ടുള്ള ക്ലാസ്സുകളാണ്, എല്ലാം നല്ല അധ്യാപകരാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ PSC ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന്? ഇപ്പം അടുത്ത് നടന്നിട്ടുള്ള എല്ലാ HSC എക്സാമിൻ്റെയും ആസ്പിരൻസ് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജനറൽ പാർട്ടിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇതുവരെ ചോദിച്ച് കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരെണ്ണം പോലും പരിചയത്തിലില്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്ന ചോദ്യങ്ങൾ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായും PSC ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ഇതൊന്നും കാണുന്നില്ലെന്നാണോ നമ്മുടെ വിചാരം? ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ ഏറ്റവും നല്ല ബുക്സ് ഏതൊക്കെയാണ് നിലവിലുള്ളത്? എന്തൊക്കെ ട്രെൻഡുകളാണ് PSCയുടെ കോച്ചിങ് സെൻറ്റേഴ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം എല്ലാവരും ഇന്ന് കോച്ചിങ് സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസ്പിരൻസിനൊക്കെയും തന്നെ ഒരു ലെവൽ ഓഫ് നോളജ് ഉണ്ടാകും. അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയാലോ, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? ഡിഫറൻസ് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. വ്യത്യാസം കൊണ്ടുവരണം, ചേഞ്ച് വരണം. അങ്ങനെയുള്ള ചേഞ്ച് വരുന്ന സമയത്ത് നമ്മളും ചേഞ്ച് വരുത്തേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഫോളോ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ എന്ത് ഫോളോ ചെയ്യണം, നമ്മൾ എങ്ങനെ പഠിക്കണം, വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ളൊരു രീതിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് റിവേഴ്സ് ലേണിംഗ്. നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് പഠിക്കുന്നത്. സാധാരണ നമ്മൾ ആദ്യം സിലബസ് കവർ ചെയ്യും, പിന്നെ നമ്മൾ റിവൈസ് ചെയ്യും. പക്ഷേ റിവൈസ് ചെയ്യാനാണ് അവസാനം നമുക്ക് സമയം കിട്ടാത്തത്. സോ ആദ്യമേ തന്നെ റിവൈസിലൂടെയാണ് നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു തീർക്കുന്നത്. ഓരോ മൊഡ്യൂളും നമ്മൾ റിവിഷനിലൂടെ പഠിക്കുന്നു. ടൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മളുടെ ഫീസ് സ്ട്രക്ചറാണ്. മന്ത്ലി ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. ഒരു ഹ്യൂജ് എമൗണ്ട് ആദ്യമേ അടച്ച് വലിയൊരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ എല്ലാവർക്കും അഫോർഡബിൾ അല്ല. സോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് പൊതുവേ സ്വന്തമായിട്ട് പഠിക്കുക, സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യുക. സോ സെൽഫ് സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. ഞങ്ങൾ മന്ത്ലിയാണ് ഫീസ് വാങ്ങുന്നത്. എല്ലാ മാസവും 1000 രൂപ. കഴിഞ്ഞ HSCക്ക് ഞങ്ങൾ മന്ത്ലി 500 ആയിരുന്നു.
ഞാൻ എൻ്റെ ചാനലിലിടുന്ന HSA റിലേറ്റഡ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ റിവിഷൻ ക്ലാസ്സുകളിലൂടെയായിരുന്നു ടൈക്കിൻ്റെ ഈ ഒരു HSAയുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. സോ അത് കണ്ടവർ മാത്രമേ അറിഞ്ഞുള്ളൂ. അവസാനമായപ്പോഴത്തേക്കൊക്കെ ഒരുപാട് പേര് വന്ന് സങ്കടം പറഞ്ഞു, അറിഞ്ഞില്ല ടീച്ചറെ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വരായിരുന്നു. കാരണം ജോയിൻ ചെയ്തതിന് ശേഷം ക്ലാസ്സും അതുപോലെ നോട്ട്സും PDF നോട്ട്സും ബ്ലൂ പ്രിൻസും കണ്ടിട്ടാണ് അവർക്ക് വിഷമമായത്. ഇത്രയും നല്ല ക്ലാസ്സുകൾ ഇത്രയും കുറഞ്ഞ ഫീസിൽ അറിയാൻ വൈകിപ്പോയല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ കാലത്ത് ഇത് പറയാമെന്ന് വിചാരിച്ചത്. സോ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല ഒരു ഹ്യൂജ് എമൗണ്ട് ഫീസ് ആദ്യമേ കൊടുത്ത് പിന്നീട് നമ്മൾക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ കോഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല. നിങ്ങൾ ആദ്യമേ വലിയൊരു ഫീസ് അടച്ചിട്ടാണെങ്കിൽ അത് നഷ്ടമായി പോകും. പക്ഷേ ഇത് മന്ത്ലി ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അടച്ച ഫീസിനുള്ള ക്ലാസ്സും നോട്ട്സും ഒക്കെ കിട്ടിയും കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഫീസ് അടച്ചാൽ മാത്രമല്ലേ പഠിക്കേണ്ടതുള്ളൂ. പഠിക്കേണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട. അപ്പോൾ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾക്ക് പരീക്ഷ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പുറകെന്ന് മാറില്ല അല്ലേ, ഒപ്പം ഇരുന്ന് പഠിപ്പിക്കും. അതുപോലെ പഠിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. അവർ എന്തെങ്കിലും രീതിയിൽ ഡിപ്രസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ മാറ്റി ഹാപ്പിയാക്കി. ഈവൻ നമ്മൾ കുട്ടിക്കാലത്താണെങ്കിലും നമ്മുടെ പാരൻസ് അങ്ങനെയായിരുന്നു നമ്മളോട്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ കാര്യം നോക്കാൻ നമുക്ക് നേരെയില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം ഞാൻ ഈ പറയുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നു. ഈവൻ ജെൻസ് ആണെങ്കിലും അവർക്ക് കുടുംബത്തിൻ്റെയും ജോലിയുടെയും ഭാരവും പ്രഷറും ഒക്കെ ഉണ്ടാകും. സോ നമ്മളോട് ഒപ്പം ഇരുന്ന് നീ പഠിച്ചോട്ടോ, ബാക്കി ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പഠിച്ചോ എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരാൻ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് കോച്ചിങ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. എത്ര മെറ്റീരിയൽസ് വേണമെങ്കിലും PDFs വേണമെങ്കിലും ഒക്കെ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ ഒരു മെൻ്റൽ സപ്പോർട്ട്, നിങ്ങളുടെ കൂടെ സുഹൃത്തായിട്ട് ഒരാൾ ഒപ്പം ഉള്ളത്, അത് മാത്രം നമുക്ക് എവിടെയും കിട്ടില്ല. ഞങ്ങൾ 2 ടീച്ചേഴ്സാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഞങ്ങൾക്ക് കിട്ടാത്തൊരു കോച്ചിങ്, ഞങ്ങൾ ആഗ്രഹിച്ചൊരു കോച്ചിങ്ങാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതായത് കുറച്ച് എമൗണ്ട് കൊടുത്തുകൊണ്ടൊരു ഫീസ് സ്ട്രക്ചർ, നമ്മളുടെ കയ്യിലുള്ളത് വെച്ച് പഠിക്കാൻ പറ്റുന്ന, അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മളൊപ്പം കൂടെ നിന്ന് എന്താ പ്രശ്നം, വീട്ടിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ ഒരാൾ, അതില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ടൈക്കിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആദ്യം ഞങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റി അവരുടെ മെൻ്റൽ ഹെൽത്താണ്. അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം അറിയണം. പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവരുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കണം ആദ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ ഞങ്ങൾ 2 ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഞങ്ങളുടെ HSA ബാച്ചിലുള്ള എല്ലാവരും ഒരുപോലെ പറയാറുണ്ടായിരുന്ന ഒരു പോസിറ്റീവ് റിവ്യൂ ആയിരുന്നത്. ടീച്ചേഴ്സ് ഞങ്ങളോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, എപ്പോഴും റെഗുലറായിട്ട് വിളിച്ചും മെസ്സേജ് അയച്ചും പേഴ്സണൽ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, പഠന കാര്യത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാമിലി പോലെ പഠിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ടൈക്കിലുണ്ടാകും. അതുപോലെ മന്ത്ലി ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ്. ക്ലാസ്സുകളൊക്കെ ടെലഗ്രാമിലൂടെ ആയിരിക്കും. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. PDFൻ്റെ നോട്ട്സ്, ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും PDF നോട്ട്സ് തരും. അതുപോലെ ഓരോ മൊഡ്യൂൾ വൈസ് ബ്ലൂ പ്രിൻറ്റ്സ് നമ്മൾ തരാറുണ്ട്. ഏറ്റവും വലിയ സന്തോഷം നമ്മളുടെ ബ്ലൂ പ്രിൻറ്റ്സിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ HSAക്ക് ചോദിച്ചു എന്നുള്ളതാണ്. അതും നമ്മൾ ഔട്ട് ഓഫ് സിലബസ് കൊടുത്തിരുന്ന, പ്രത്യേകിച്ച് ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സിൽ കൊടുത്തിരുന്ന നോട്ട്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അതുപോലെ വീക്ക്ലി മന്ത്ലി എക്സാംസ് ഉണ്ടാകും. OMR ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ട സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. റെഗുലർ ആയിട്ടുള്ള മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. അത് വല്ലപ്പോഴും അല്ല, നിങ്ങൾ റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഞങ്ങൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ 2 തവണ മിനിമം റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയുള്ളത് മുഴുവൻ നമുക്ക് റിവിഷൻ്റെ സമയമാണ്. സോ റെഗുലർ ആയിട്ടുള്ള ഈ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അഡ്മിഷൻ എടുക്കാനും കഴിയില്ല. ഞങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെ മാനേജ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ HSA ബാച്ചിൽ സെറ്റുള്ളവരെല്ലാവരും ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു 40 സീറ്റ്സ് കൂടെ ബാക്കിയുണ്ട്. ആ ഒരു സീറ്റ്സിലേക്ക് നിങ്ങൾക്ക് എത്രയും വേഗം അഡ്മിഷൻ വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ബ്രോഷറിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ സെൽഫ് സ്റ്റഡി ഒരു കംഫർട്ട് സോണായിട്ട് കാണുന്നവർക്ക് സെൽഫ് സ്റ്റഡി തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. വെറുതെ നമ്മൾ സിലബസ് ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ പ്രിസൈസായിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും പഠിച്ച് നീങ്ങാൻ. മാത്രമല്ല കോച്ചിങ് സെൻറ്ററിലൊക്കെ പോകുന്ന സമയത്ത് അവർ കൊടുക്കുന്ന പല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു ധാരണ വേണം. സോ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് പ്രത്യേക ഒരു വീഡിയോ തയ്യാറാക്കുന്നതാണ്.
ഇനി ഈ കൂട്ടത്തിൽ സെറ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അടുത്ത HSSTക്ക് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് എഴുതിയെടുക്കാൻ നോക്കുക. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടുത്ത അറ്റംപ്റ്റിൽ തന്നെ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിൻ്റെ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും മന്ത്ലി ഫീസ് എന്ന നിരക്കിൽ മന്ത്ലി 1000 റുപ്പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 1 സെറ്റിൻ്റെയും HSSTയുടെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാൻ നോക്കുക. HSST സെറ്റ് കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബ്രോഷറിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനി HSSTയുടെയും സെറ്റിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.